എനിക്കറിയാവുന്ന ഭാഷകളൊക്കെ കെട്ടിത്തൂക്കി ഞാനൊരു ലവ് ലെറ്റർ എഴുതിയിട്ടുണ്ട്. ഇത് അവളെ ഏൽപ്പിക്കണം. ഞാൻ പോലെ എന്റെ സ്ഥാപനത്തിൽ ദോതിന് വന്നവൾക്ക് ഈ ഉപകാരം കൊടുത്ത് നളു എനിക്ക് എങ്ങനെയെങ്കിലും ഒരു മറുപടി വാങ്ങിത്തരണം. അല്ല, ഓർമ്മയില്ലേ പ്രത്യുപകാരത്തിന്റെ കാര്യം? അതിപ്പോ ഞാൻ കത്തേൽപ്പിക്കാം, പക്ഷെ അവള് മറുപടി തന്നില്ലല്ലോ. ഒരു കസിൻ എന്ന നിലയിൽ നളുവിന്റെ സ്വാധീനം ഉപയോഗിച്ച് എന്തായാലും വാങ്ങിച്ചു തരാം. വാങ്ങിച്ചെന്നൂടെ? വെറുതെ വേണ്ട. അധ്വാനിച്ച് സമ്പാദിക്കുന്ന ഒരു കാമുകൻ എന്ന നിലയ്ക്ക് പാരിതോഷികമായി ഞാനത് ഒരക്ഷരത്തിന് 10 രൂപ വെച്ച് തരാം. ഒരു അക്ഷരത്തിന് 10 രൂപയോ? ആ, അധിക അക്ഷരങ്ങളൊന്നും എനിക്ക് വേണ്ട. ഐ ലവ് യു എന്ന 8 അക്ഷരം മാത്രം മതി. 80 രൂപ കിട്ടും. തരൂ. ഇനിയുള്ള കാര്യങ്ങൾ ഞാൻ ഡീൽ ചെയ്തോളാം. ഓക്കേ എന്ന് പറഞ്ഞേ നല്ലു. ഞാൻ ഇതിന്റെ മറുപടിക്ക് റെയിൽവേ ട്രാക്കിൽ തലയും വെച്ച് കാത്തു കിടക്കും. ട്രെയിൻ വരുന്നുണ്ട്. വേണ്ട. ഒരു പക്ഷെ എന്നെ പ്രേമിക്കുന്ന 3-ൽ-1 ഇവൾ തന്നെയാണെങ്കിലോ എത്രയും പെട്ടെന്ന് ഒരു ശത്രുവായി കണ്ട അവൻ അകറ്റിയേ പറ്റൂ. ഇത് വെച്ചൊരു കളി കളിച്ചാലോ? ഹായ് രാധു. ഇതാര്? നല്ലേട്ടനോ? എന്താ? ഒരു ഹെൽപ്പ് വേണമായിരുന്നു. പറഞ്ഞോളൂ. ഒരു കഷ്ണം പേപ്പറിൽ ഹിന്ദിയിലൊന്ന് എഴുതി തരോ? എന്തോന്ന്? ഇത് വായിക്കുന്നവൻ തന്തയില്ലാത്തവനാണെന്ന് ഹിന്ദിയിൽ ഒരു കുറിപ്പ്. അയ്യോ, ആർക്കത്? എന്റെ ഒരു സ്നേഹിതന് സമ്മാനിക്കാനാ. കൊഴപ്പാവോ? അയ്യോ, അങ്ങനെ എഴുതി കൊടുത്തില്ലെങ്കിലേ കുഴപ്പാവാ. ഓക്കെ, എങ്കിൽ ഞാൻ എഴുതി തരാം. ആ പേപ്പർ ഞാൻ കീറി തരാം. വേണ്ട, ഞാൻ എടുത്തോളാം. पटने वाला हरामी है. एक खत पटने वाला हरामी है. എന്താണ് മലയാള അർത്ഥം? മലയാള അർത്ഥം എന്താന്ന് എനിക്കും വലിയ പിടികിട്ടിയില്ല. പക്ഷെ നമ്രമുഖിയായി നഖം കടിച്ച് നാണത്തോടെയാണ് അവളിത് എഴുതിയത്. എങ്കിൽ എത്രയും പെട്ടെന്ന് ആരോടെങ്കിലും ചോദിച്ച് മനസ്സിലാക്കണം. സ്കൂളിൽ ഹിന്ദി പഠിപ്പിച്ചപ്പോ പഠിച്ചാൽ മതിയായിരുന്നു. എവിടെ ഇപ്പൊ ആരോട് ചോദിക്കാം? ഹലോ, അക്ഷരം വേണ്ടി കാശല്ലില്ല. ഓ സോറി, തിരക്കിനിടയിൽ ഞാൻ പറഞ്ഞു. സോറി, ഞാനത് മറന്നില്ല കേട്ടോ. വാലും ചില്ലൊക്കെ നോക്കി അക്ഷരം വേണ്ടി സമയങ്ങളുണ്ട്. മൊത്തമായിട്ട് 100 രൂപ വെച്ചോളൂ. എടാ ചേട്ടൻ നല്ല ചൂടുള്ള പാലോട് കൊടുക്കൂ. തൊണ്ടാണ് പൊള്ളട്ടെ. എന്റെ ഒരു സന്തോഷത്തിന് നല്ല ബ്രെഡ് ബട്ടർ ജാമും വേണം, 3 മുട്ട പുഴുങ്ങിയതും വേണം. മുട്ട എവിടെ ഇല്ല, പുറത്തുനിന്ന് വാങ്ങിച്ചാൽ ഞാൻ അവനോട് പറയായിരുന്നു. അതിനോട് മുട്ടയ്ക്ക് ഡിമാൻഡ് ആണോ? മുട്ട കഴിച്ചിട്ട് പോകാവൂ, ഇല്ല മുട്ടിയാൽ ചവിട്ടി പിടിക്കും. കള്ളൻ മുട്ട പൊട്ടാതെ പോണേ. കള്ളൻ. പാല് തരൂ, കുടിക്കൂ. ഗോപിനാഥൻ നായർ. ആ, ഞാൻ തന്നെ. ഞാൻ ഗണപതി. ഓ, തഹസിൽദാർ ആനന്ദൻ നായർ പറഞ്ഞയച്ചതല്ലേ? അതെ. കല്യാണ ബ്രോക്കറാണല്ലേ? ബ്രോക്കർ അല്ല. പിന്നെ ബ്രോക്കറാണ്. മറ്റേ ബ്രോക്കർ അല്ല. മാന്യതയുള്ള കുടുംബങ്ങളിൽ നിന്നും മാന്യമായ രീതിയിൽ മാന്യന്മാർക്ക് വേണ്ടി മാത്രം മാനമായി കല്യാണം ആലോചിക്കുന്ന ഒരു മാന്യൻ. എല്ലാ മാന്യതയും ഈ വേഷത്തിൽ കാണുന്നുണ്ട്. വേഷത്തിൽ മാത്രമല്ല, സ്വഭാവത്തിലും ഉണ്ട്. പിന്നെ ഇത്തിരി ജാതി സ്പിരിറ്റ് കൂടുതലാ. അതുകൊണ്ട് നല്ല നായന്മാർക്ക് വേണ്ടി മാത്രമേ ഞാൻ ദല്ലാൽ പണി ചെയ്യാറുള്ളൂ. ഈ ആപ്പ നായന്മാർക്കൊന്നും ഈ ഗണപതിയെ കണി കാണാൻ കിട്ടില്ല. തറവാടിത്തം, പ്രൗഢി, സാമ്പത്തിക ശേഷി, കുലമഹിമ, ഇതൊക്കെ നോക്കി മാത്രമേ ഗണപതി കേസ് അറ്റൻഡ് ചെയ്യാറുള്ളൂ. തന്റെ ജാതി എന്താ? അമ്മ മേനോക്കിയ, അച്ഛൻ ചക്കാലയാ. ആ മതി, വരൂ അകത്തിരുന്ന് സംസാരിക്കാം. ഇതെന്താ ബെൽറ്റ് പമ്പാണോ? ഇതാണ് സെല്ലുലാർ ഫോൺ. ഈ ഗണപതി ഒരു വെറും തുക്കടാ ബ്രോക്കർ അല്ലെന്ന് ഇപ്പൊ മൂപ്പിലേക്ക് മനസ്സിലായല്ലോ. മൂപ്പിലാനോ? സോറി മൂത്തച്ഛ. കൺട്രി ഓൾഡ് മൂപ്പിലെ ശകുനപ്പഴ. ഇയാളാണ് ഈ വീട്ടിലെ നാശം. ആഹാ, 4 പേർപ്പെട്ട ഉണ്ടല്ലോ. ഇതാണ് എന്റെ മക്കൾ. 4 ചെക്കാണല്ലോ. ചെക്കോ? ചെക്കെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഭാഷയിൽ പെമ്പിള്ളേർ, DD എന്ന് പറഞ്ഞാൽ ആമ്പിള്ളേർ. വേഗം മാറിയെടുക്കാം. ചെക്കാവുമ്പോ ക്യാഷ് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടാ. ചിലപ്പോ ബൗൺസ് ആയെന്നും ഇരിക്കും, പിന്നെ കേസായി, പുക്കാറായി, അടിപിടിയായി, അങ്ങനെയൊക്കെ. നിങ്ങൾ സംസാരിക്കും, ഞാനൊന്ന് ഫോൺ അറ്റൻഡ് ചെയ്തിട്ട്. ഒരു സെല്ലുലാർ ഫോൺ വാങ്ങിച്ചൂടെ? ഈ നടത്ത ഒഴിവാക്കായിരുന്നു. ഞാൻ ഗണപതി. എന്താ പേര്? എന്താ കുട്ടിയുടെ പേര്? മിണ്ടില്ല. ഊമയാണോ? അല്ല, പിന്നെ മൗനവ്രതത്തിലാ. ശനിയാഴ്ച ആരോടും മിണ്ടാറില്ല. ഓഹോ, അപ്പൊ ശനിവ്രതം. കുട്ടിയുടെ പേരെന്താ? ഇതും മിണ്ടാറില്ലേ? മിണ്ടാട്ടം മാത്രല്ല, ഇതിന് ചെവിയും കേക്കില്ല.
ശനിയാഴ്ച മാത്രമാണോ? ഞായറാഴ്ച ഒരു ചെവി കേൾക്കും. ഓഹോ, അപ്പൊ മൊത്തം റിപ്പയർ കേസാണല്ലോ. എനിക്ക് ഒരു കുഴപ്പമില്ല. ചെവിയും കേൾക്കും, സംസാരിക്കാനും പറ്റും. പക്ഷെ ഈ കച്ചവടത്തിൽ എന്നെ ഉൾപ്പെടുത്തിയിട്ടില്ല. ആ കുട്ടികളെ പരിചയപ്പെട്ടല്ലോ. പേര് ചോദിച്ചു. മൂത്തവള് മിണ്ടിയില്ല, ഇളയവള് കേട്ടതുമില്ല. ആ ഞാൻ സംശയിച്ചു എന്തെങ്കിലും വേലത്തര ഒപ്പിക്കുമെന്ന്. ഹേയ്. നാലിനും കുസൃതിത്തര ഇത്തിരി കൂടുതലാ. ആ പൊയ്ക്കോളൂ. എന്താ എന്ത് പറ്റി? പെട്ടെന്ന് ഹൃദയത്തിന്റെ ഭാഗത്തുനിന്ന് ലഡു 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 എന്നൊരു ശബ്ദം. സാരമില്ല, സ്കാൻ ചെയ്തോളാം. ആ, മൂത്ത മകളുടെ പേര് ഗീതാഞ്ജലി. ബാങ്കിലാ. അതുകൊണ്ട് ഒരു ബാങ്ക് എംപ്ലോയിയെ തന്നെ കിട്ടിയിരുന്നെങ്കിൽ നന്നായിരുന്നു. അതിന് ഇളയ കുട്ടി മിഥുന. ആ, 1-2 ടെസ്റ്റ് ഇന്റർവ്യൂ ഒക്കെ കഴിഞ്ഞിരിക്കുക. കുട്ടികളുടെ ഫോട്ടോയും ജാതക കുറിപ്പും തന്നേക്കൂ. ആ ദാ ഇപ്പൊ കൊണ്ടുവരാം. ഈ ബ്രോക്കർ എന്ന് പറഞ്ഞാൽ എന്താ? ഞാൻ പറഞ്ഞുതരാം. ഇതുങ്ങളെ കെട്ടിക്കാനുള്ള കൊരങ്ങന്മാരെ തേടി പിടിച്ച് വില പേശി കൊണ്ടുവരേണ്ട ആൾ. മനസ്സിലായോ? അയാൾക്കിട്ട് എന്തെങ്കിലും ഒരു വേല കൊടുത്തേ പറ്റുള്ളൂ. ഈ തറവാട്ടിലേക്ക് അയാൾ ഇനി കാലുകുത്തരുത്. ഐഡിയ. എന്താ? ബ്രോക്കർ പണിയുമായി ഈ തറവാടിന്റെ പടി ഇനി അയാൾ ചവിട്ടില്ല. പോരെ? ചെറുക്കൻ തറവാടി ആയിരിക്കണം. അതെനിക്ക് നിർബന്ധമുണ്ട്. ഈ ഗണപതി ഏറ്റാൽ എല്ലാം ശുഭമാകും. അതിരിക്കട്ടെ, ആരാ ഈ ഗണപതി എന്ന് പേരിട്ടത്? എന്റെ അച്ഛൻ ഒരു വിഘ്നേശ്വര ഭക്തനായിരുന്നു. ആറ്റുനോട്ടൊരു മോനുണ്ടായപ്പോ ഗണപതിയായി. ചതുർത്ഥി ദിവസമായിരുന്നു എന്റെ ജന്മം. നന്നായി. ആ. അപ്പൊ വിവാഹം കഴിച്ചിട്ടില്ല. എന്തേ വൈകിയത്? ജാതകവശാൽ പ്രവർജ്യ യോഗം. പക്ഷെ അത് സമ്പൂർണ്ണമല്ല. അതാണ് ഒരാശ്വാസവും. എന്റെ ഭഗവതി, ഇത്തറവാടെ എല്ലാ ഐശ്വര്യങ്ങളും നൽകണേ. Keep the change. ഗുഡ് മോർണിംഗ് സാർ. Good morning. ഇതെന്താ കാക്കിക്കാരെല്ലാം ചേർന്ന ഒരു സമ്മേളനം? ഡ്യൂട്ടിക്ക് പോറായില്ലേ? സാറിന്റെ പെർമിഷൻ കിട്ടിയിട്ട് പോവാന്ന് വെച്ചു. എങ്കിൽ ഓരോരുത്തരായി പുറപ്പെട്ടുള്ളൂ. വടക്ക് ഭാഗത്തേക്ക് ജബ്ബാർ പോയാൽ മതി. കാവൻ ചോട്ടിൽ ഉണ്ണികൃഷ്ണൻ. പടിഞ്ഞാറേക്കരയിൽ ജേക്കബ് പോയാൽ മതി. അപ്പൊ അതിലാര് പോവും? താൻ തന്നെ ഇങ്ങോട്ട് പോയാൽ മതിയോ കോപ്പേ. വന്നിരിക്കുന്ന ഒരു ഓഫീസർ. അങ്ങനെ വഴിക്കുവാ, ഞാൻ തന്നെ അങ്ങ് പോവല്ലേ. കഴുതക്കാമൻ കരഞ്ഞു തീർക്കുമെന്ന് കേട്ടിട്ടുണ്ട്. അതുപോലെ ആയാലോ സതീന്ദ്ര തന്റെ കാര്യം? ഡിഗ്രിക്കാരൻ മോഹിച്ചത് വൈറ്റ് കോളർ ജോബ്, കിട്ടിയതോ കാക്കി കോളർ. സോറി, സെന്റിമെന്റ്സിനൊന്നും ഇപ്പൊ സമയമില്ല കൂട്ടുകാരെ. കുടവും കൂജയുമായി കുടുംബിനികൾ കുടിവെള്ളത്തിനായി ഞങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ടാവും. എവിടെ എന്റെ കുരിശ്? ഓഹോ, അവിടെ നാട്ടിൽ കഴിഞ്ഞ എങ്കിൽ ഞാനും റെഡി. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. കോക്കയിലും അടിച്ച് ആ ബ്രോക്കർ എങ്ങാനും എന്റെ പെടലിക്ക് കയറാൻ വന്ന താനെന്തോയി? ഞാനൊന്നും ചെയ്യൂല. പക്ഷെ ആശാനൊന്ന് തടുത്തേക്കണം. മാസാമാസം വാടക ഇനത്തിൽ നക്കാപ്പിച്ചയാ നമ്മൾ അയാൾക്ക് കൊടുക്കുന്നത്. ഇത് അയാളുടെ വീടാ. ഈ ടൗണിൽ ബാച്ചിലേഴ്സിന് വീട് കിട്ടാനുള്ള പ്രയാസം തനിക്കറിയാമല്ലോ. അതുകൊണ്ട് 1-2 കിട്ടിയാലും മിണ്ടാതിരുന്നോണം. എത്തി നശൂലം. വെളുത്തപ്പെണ്ണേ, നിന്നെ കാണാഞ്ഞിട്ടൊരു നാളുള്ളേ. വെളുത്തപ്പെട്ടേ, ഞാനൊരു വണ്ടായി ചമഞ്ഞേനടാ. ദ്വാരശേ ബലസമ്പൂർണേ ഫലജ്ഞാൻ ഗുലാ. എന്തെന്റെ അർത്ഥം അറിയോ? അല്ല, ഇന്ന് വലിയ സന്തോഷത്തിലാണല്ലോ. നാട്ടുകാർക്ക് മുഴുവൻ വീട് കെട്ടി കൊടുക്കുന്ന ആശാരിക്ക്
സ്വന്തമായിട്ടൊരു വീടുണ്ടാക്കാൻ പറ്റാറുള്ളത് കേട്ടിട്ടില്ലേ? പക്ഷേ ഞാനത് തിരുത്തി. അപ്പൊ വീടുണ്ടാക്കാൻ പോവാണോ? വീടല്ല, കൊട്ടാരം. ദാ കൊട്ടാരം? കൊട്ടാരത്തിലെ കൊച്ചു ഇത് നോക്ക്. ഇത് ഗീതു, ഇത് മിസു. ദാ എങ്ങനെയുണ്ട്? ഫ്രണ്ടിൽ നിന്ന് നോക്കിയിട്ട് അത്രയ്ക്കൊരു നീ ഫ്രണ്ടിൽ നിന്ന് നോക്കണ്ട, ബാക്കിൽ നിന്ന് നോക്കണ്ട. ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് സത്യത്തിലാണ് സംഭവിച്ചത്. എങ്ങനെ 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 രാമായണം മുഴുവൻ കേട്ടിട്ട് ആദ്യം അലാവുദ്ദീനും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് പണ്ടാരോ ചോദിച്ചു വരാനോട് തന്നെ കാര്യം. എടോ, ഒറ്റ നോട്ടത്തിൽ ഗീതു എന്റെ ഹൃദയ മനസ്സ് കവർന്നു. നാട്ടിക്കാൾ മഹാഭാരതത്തിലൊരു പഴഞ്ചൊല്ലുണ്ടല്ലേ, വേലി ചാടുന്ന പശുവിന് കോലുകൊണ്ട് മരണം, അതാണോ? ആ കോല് നീ എന്റെ അടുത്ത് വേണ്ട കേട്ടോ. നീ മഹാഭാരതത്തിന് എനിക്ക് ക്ലാസ് എടുക്കണ്ട. സംഭവം അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. സംഭവിക്കേണ്ടത് സംഭവിച്ചിരിക്കുന്നു. ആദ്യ ഇളയവിള കല്യാണം കഴിപ്പിച്ച ശേഷം മാത്രമേ മൂത്തവിള ഞാൻ കെട്ടാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. നിനക്ക് ഇളയവിള ഇഷ്ടപ്പെട്ട സ്മാർട്ട് കേളാണ്. ഞാൻ ഒന്ന് മൂളെ മാത്രം സംഗീതം കിടക്കും. ചേട്ടൻ നിർബന്ധിച്ച ഞാൻ റെഡിയാണ്. പക്ഷേ അവർക്കൊരു നിബന്ധനയുണ്ട്. എന്താണ്? തറവാട്ടി പിറന്നവർക്ക് പെണ്ണു കൊടുക്കും. നീ ആണെങ്കിൽ കേൾവി കേട്ടൊരു തറയ്ക്ക് തറവാട്ടി പിറന്ന പെണ്ണി ചേരൂല. അതൊന്നും വിട്ടുകളാ. ആശാരിക്കട് മാറി. ഒരു സംശയം, നീ ചോരടാ മോനെ. ഈ ഒരു തറവാടിയെ തന്നെ വേണമെന്ന് പറയുന്ന പെൺവീട്ടുകാര് ഒരു കല്യാണ ബ്രോക്കർക്ക് എങ്ങനെ പെണ്ണു കൊടുക്കും? കല്യാണ ബ്രോക്കർ മുനിസിപ്പാലിറ്റി വെള്ളം കുടിച്ചിട്ട് വന്ന് നീ എന്റെ മൂർത്തായി തന്നെ മൂത്രം ഒഴിക്കുന്നടാ. കൈവിളി ഒരു പഴഞ്ചൊല്ലുണ്ടല്ലോ. എന്താ അത്? അതല്ല, നീ അവൻ പറയട്ടെ. ഞാൻ പറയാന്നല്ലേ പറഞ്ഞു. നീ പറ. ബൈബിളിലാണോ? അതെ, അതായത് ഞാൻ പറയാ. ഇപ്പോഴാണ് പഴഞ്ചൊല്ല് ഓർമ്മ വന്നത്. വാളെടുത്തവൻ വാളാൽ. നീ പോയാ ചപ്പാത്തി വിടും. വാളിവിടെ കിടക്കട്ടെ. ഓ, അവിടെ മുഴുക്ക വൃത്തികേടാക്കി.